ജിൻഡോ ഇപ്പോ അൻസിബയോടും ഋഷിയോടും ടാസ്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിൽ ജിൻഡോ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഫോൺ നമ്പർ പറയാൻ പറഞ്ഞു രണ്ടുപേരോടും. അതിൽ റസ്മിൻ കറക്റ്റായിട്ട് ഓർത്ത് പറഞ്ഞു, നന്ദന പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ റസ്മിനെ വിശ്വസിച്ച് ആദ്യം പറയാൻ സമ്മതിച്ചത്. നന്ദനെ ഓർക്കുന്നത് ഞാൻ നന്ദനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്നാണ്. അതാണ് ടാസ്ക് കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം. അത് നെഗറ്റീവായിട്ട് പുറത്തേക്ക് പോകും എന്ന് പറയുന്നു. പോസിറ്റീവായിട്ട് പറഞ്ഞതാണെന്ന് ജിൻഡോ പറയുന്നു. ജിൻഡോ ഈ ടാസ്കിൽ പോക്കായിരിക്കുമെന്ന് മനസ്സിലാക്കി ടീമിലുള്ള മറ്റ് രണ്ടുപേരുമായിട്ടും ഒരു സാമ്പിൾ പോലെ ഒരു സംഭവം വെച്ചു. അതിൽ നന്ദന പരാജയപ്പെട്ടു എന്നാണ് ജിൻഡോ അൻസിബയുടെ അടുത്ത് പറയുന്നത്. പിന്നെ ഇവിടെ എന്താണ് ഇത്രയും വലിയൊരു പ്രശ്നമാവാൻ കാരണമെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴാണ് സിജോയുടെയും സായിയുടെയും കൈകടത്തലാണ് ഈ ഒരു വിഷയം ഇത്രയും സീനാവാൻ കാരണമെന്ന് എനിക്ക് മനസ്സിലായത്. കുഞ്ഞിപ്പെങ്ങളായി വെച്ച് നന്ദനയുടെ പ്രശ്നത്തില് ഇവര് ഓവറായിട്ട് ഇടപെടേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ കൈകടത്തേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ വന്നവരല്ലേ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ്സിൽ പറയാം. എനിക്ക് എന്തായാലും ഈ ഒരു എന്താ പറയാ ആങ്ങള പെങ്ങൾ ഈ ഒരു സംഭവം ഇത്തിരി കൂടുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇനി തിരിച്ച് ലൈവിലേക്ക് വരികയാണെങ്കിൽ അൻസിബയ്ക്ക് നല്ല വിഷമമുണ്ട് ഈ ഒരു ടാസ്ക് പരാജയപ്പെട്ടതിൽ. ഞാൻ 3G ആയി പോയെന്നൊക്കെ അൻസിബ പറയുന്നുണ്ട്. അൻസിബ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണെങ്കിൽ ഒരു കാര്യം പറയുന്നത്. അത്രയ്ക്ക് വിഷമിച്ചിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ ഋഷി പറയുന്നത് എല്ലാവരും ലക്കിന്റെ ഡിഫറൻസിൽ സംഭവിച്ചു പോകുന്നതാണ് ഈ പോട്ടേഡി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ പിന്നെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കളിച്ചെരി മൂഡിലാവുന്നുണ്ട്. അഭിഷേകം വന്നിരിക്കുന്നുണ്ട്. ഇതിൽ പിന്നെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യമാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ ഇൻഡിവിജ്വൽ ആയിരിക്കണം എന്നത്. ഇവിടെ ഇപ്പൊ ഗ്രൂപ്പ് ആക്കി മൊത്തത്തിൽ കുളമാക്കിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ അൻസിബയുടെ ടീമിൽ തന്നെ അൻസിബ മാത്രമാണ് തെറ്റിച്ചത്. ബാക്കി രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ കളിച്ചതാണ്. പക്ഷെ അവര് മൂന്നാമതായി പോയി. അവർക്ക് നല്ലപോലെ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ ആയിട്ട് ഈ ഒരു ടാസ്ക് കൊടുക്കുമായിരുന്നെങ്കിൽ നമ്മുടെ നോറയുടെയും ശ്രീധുവിന്റെയും കാര്യമാണ് ഞാൻ പറയുന്നത്.